ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കോഴിക്കോട് ചാത്തമംഗലത്ത് യുവാക്കളെ കാർ ഇടിപ്പിച്ച് തെറിപ്പിച്ചു. കാർ ബൈക്കിൽ ഇടിപ്പിച്ചതിന് പിന്നിൽ പകപോക്കലെന്നാണ് പരാതി. ബൈക്ക് യാത്രികരായ രണ്ടുപേർക്ക് പരിക്കേറ്റു. കാറിലുള്ള സംഘം വീട്ടിൽ കയറി ഒരാളെ ആക്രമിച്ചതായും പരാതി. റഫീഖ് തോട്ടുമുക്കം ചേരുന്നു. റഫീഖ്, ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഈ ഒരു ബൈക്കിൽ വന്ന് കാറിടിക്കുന്നതിന്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒരു അപകടത്തിന് പിന്നിൽ പകപോക്കലെന്നാണ് ഉയരുന്ന പരാതി. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ഇന്ന് രാവിലെ ഏതാണ്ട് 10 മണിയോട് കൂടിയിട്ടാണ് ഈ അപകടം, അതായത് മലപ്പുറമുള്ള അപകടം സംഭവിച്ചിട്ടുള്ളത്. ഇതിന്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൊടിയത്തൂർ സ്വദേശികളായ 2 ആളുകൾ തമ്മിലുള്ള വൈരാഗ്യത്തിന്റെ ഒരു പണപടമായിട്ടുമായി ബന്ധപ്പെട്ടുള്ള വൈരാഗ്യമാണ് ഇത്തരത്തിലൊരു അക്രമത്തിൽ കലാശിച്ചിട്ടുള്ളത്. അതായത് ഇർഫാൻ എന്ന ഒരു യുവാവ് തൻസീഫ് എന്ന യുവാവിന്റെ വീട്ടിൽ ഇന്ന് രാവിലെ പോയി യുവാവിനെ മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റ ഇപ്പോൾ ബോധക്ഷരമായ ഈ തൻസീഫിനെ ഇതേ കാറിൽ തന്നെ KMCT ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച് ഇയാൾ തിരിച്ചു പോവുകയായിരുന്നു. ഈ ഇർഫാൻ എന്ന് പറഞ്ഞ യുവാവ് തിരിച്ചു പോകുമ്പോഴായിരുന്നു ഇവിടെ നേരത്തെ പരിക്കേറ്റ തൻസീഫിന്റെ സഹോദരന്മാർ ഈ ഇർഫാനെ തേടി വരുമ്പോൾ അവര് ഈ വരുന്ന കാറ് ദൂരെ നിന്ന് കണ്ട് അവരുടെ മുന്നിൽ നിർത്തിയിടുമായിരുന്നു. ഇവരെ ആക്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവരെ അപ്പോൾ ഈ ഇർഫാൻ നേരെ ഇടിച്ചു കയറ്റുകയായിരുന്നു. അതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. എന്തായാലും മുൻപുണ്ടായിട്ടുള്ള പണമിടപാടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വൈരാഗ്യമാണ് ഇത്തരത്തിലൊരു അക്രമത്തിന് പിന്നിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ തൻസീഫിനും ഈ ബൈക്കിൽ അപകടത്തിൽ പരിക്കേറ്റ്, അതായത് ഒരു വീട്ടിലെ 3 പേരാണ് ഇപ്പോൾ KMCTയിൽ ചികിത്സയിലുള്ളത്. അതിൽ ഒരാളുടെ നില ഗുരുതരമാണ്, തലക്ക് നല്ല പരിക്കേറ്റിട്ടുണ്ട്. എന്നാലും മാവൂർ പോലീസ് സ്ഥലത്തെത്തി റിപ്പോർട്ടുകൾ തേടിയിട്ടുണ്ട്. എന്താണ് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മണിക്കൂറുകൾക്കകം നമുക്ക് വിശദാംശങ്ങൾ നൽകാവുന്നതാണ്. കോഴിക്കോട് ചാത്തമംഗലത്താണ് യുവാക്കളെ കാർ ഇടിപ്പിച്ച് തെറിപ്പിച്ചത്. കാർ ബൈക്കിൽ ഇടിപ്പിച്ചതിന് പിന്നിൽ പകപോക്കല് എന്നാണ് പരാതി. ബൈക്ക് യാത്രികരായ 2 പേർക്കാണ് ഈ ഒരു അപകടത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. കാറിലുള്ള സംഘം വീട്ടിൽ കയറി ഒരാളെ ആക്രമിച്ചതായും പരാതി ഉയരുന്നുണ്ട്. റഫീഖ് തോട്ടുമുഖമാണ് വിവരങ്ങൾ നൽകിയത്.